ആവശ്യമാണ് അല്ലേ? ഇവരെ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വിളിച്ചു കയറി ഈ പരിപാടിക്ക് നിങ്ങളിതൊരു കുടുംബമായി കൊണ്ടുവരാം അല്ലേ? നമ്മളെ പിന്നെ എന്താണ് ഒരു കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തിലേക്ക് നമ്മളെ കുട്ടികളും കൂടി നിങ്ങൾ വന്ന് കയറിയാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിടയിൽ എന്ത് വേണം? സ്നേഹം വേണം, ഐക്യം വേണം അല്ലേ? അതൊക്കെ ഉണ്ടാവണം. നമ്മൾ ആവേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എവിടെ വെക്കണം? നമ്മൾ അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് വേണം ഇവിടെ വരാൻ. നമ്മൾക്ക് ഒരുപാട് ഐഡിയ ഉണ്ടാവും, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ആളുകൾ കഠിനാധ്വാനം ചെയ്യും, ചില ആളുകൾ കടക്കപ്പായ കടന്നിട്ട് സ്വപ്നം കാണും അല്ലേ? കടക്കപ്പായ കടന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അല്ലേ? ഈ ക്യാമ്പ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇവിടെ നടക്കുന്നുള്ളത് അങ്ങക്ക് ഉറപ്പാണ്. ഒറ്റ കാര്യം ഉണ്ടായാൽ മതി, നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾ വരൂലേ? ആദ്യത്തെ ഒരു 4-5 ദിവസം എവിടൊക്കെ മസിലുണ്ടോ അതൊക്കെ വേനിക്കും. അതിനെ നിങ്ങൾ അതിജീവിച്ച് ഇവിടെ വന്നോ, പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞാൻ ഇവനെ വിളിച്ചു വരുത്തിയ എന്തിനാ അറിയോ? ഇപ്പം അടുത്ത് തൃശ്ശൂർ പോയിട്ടൊരു കളി ഉണ്ടായി. അന്ന് 4 ആളെ പോയിട്ട് തൃശ്ശൂർ നടന്ന മത്സരത്തിൽ 12 ടീമിനായിട്ട് നമ്മൾ മത്സരിച്ച് കപ്പടിക്കുകയും ചെയ്തു. അതിലെ ബെസ്റ്റ് പ്ലെയർ വരാം നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, ബെസ്റ്റ് ഗോളിയും അല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് അല്ലേ? ഇവിടെ അവസരങ്ങൾ ഒരുപാടാണ്. ഈ റിയാസിന് പോലും ഇത്ര അവസരം കിട്ടിയിട്ടില്ല. അവൻ സ്വയം കണ്ടെത്തി പോയി വിജയിച്ചു വന്നവനാണ്. നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഇങ്ങനെ വന്ന് വീണ് കിടക്കുകയാണ്. ഈ അവസരങ്ങളെ ഫലപ്രദമായി നിങ്ങൾ ഉപയോഗിച്ചാൽ, നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഒരു പ്രൊഫഷനാക്കി എടുത്താൽ, കളിയല്ല ക്യാമ്പിന്റെ പുറത്ത് എന്താണ് കളിയാണ്, നമ്മൾ പാർത്ത കളിയാണ്, അല്ലെങ്കിൽ പറമ്പിലെ കളിയാണ്, എവിടുത്തെ കളിയാണ്. പക്ഷെ ഒരു ക്യാമ്പിൽ വന്നാൽ ഇതൊരു പ്രൊഫഷനാണ് അല്ലേ? അങ്ങനത്തെ അല്ലേ കോച്ച്? ആ പ്രൊഫഷനായിട്ട് തന്നെ കാണുക. സ്വാഭാവികമായിട്ടും ഈ കോച്ചും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അവർ ഇതിലേക്ക് തിരിയാനുള്ള കാരണം എന്താ? ഈ കോച്ച് കളിച്ച് കഴിഞ്ഞ് പോയി, അതവിടെ കഴിഞ്ഞു. പക്ഷേ ഈ കോച്ച് നിരവധി പേരെയാണ് എന്ത് ചെയ്യുന്നത്, വളർത്തിയെടുക്കുന്നത് അല്ലേ? നിങ്ങളിൽ ആര് വളർന്നാലും അതിൻ്റെ ക്രെഡിറ്റിലെ ഒരു ഭാഗമായിരിക്കാം കോച്ചിനാണ്. അപ്പോൾ ഈ കോച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശീലനം തരുമ്പോൾ ആ പരിശീലനത്തെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയാറുണ്ട്, ക്ലാസ് പോകുമ്പോൾ മറ്റെന്ത് വിഷയം ഉണ്ടെങ്കിലും പുറത്ത് വെച്ച് ക്ലാസ് കയറണം. അതേപോലെ തന്നെ വിഷമമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഈ ഗേറ്റിൻ്റെ പുറത്ത് വെച്ച് ഉള്ളിൽ കയറുമ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഏക വികാരത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കയറണം. ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത തവണ നമ്മൾ ക്യാമ്പ് നടത്തുമ്പോൾ റിയാസിന് പകരം ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റണം, ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റണം. പറ്റുമോ? ഐക്കോണിക് ആയിട്ടുള്ള 2, 3, 4, 5 പേരല്ല, ഈ 22-30 പേര്, അതേപോലെ തന്നെ ഈ ടർഫിൽ പരിശീലനം നടത്തുന്ന മറ്റു ആളുകൾക്കും നിങ്ങൾക്ക് എന്താണോ സൗകര്യം വേണ്ടത് സൗകര്യങ്ങൾ ചെയ്തു തരാം. പക്ഷെ നിങ്ങളിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിശീലനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പങ്കെടുക്കുക. അതിൻ്റെ ഭാഗമായി ഏറ്റവും നല്ല രീതിയിലുള്ള ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ അവർ സ്വന്തം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ കോച്ചിൻ്റെ സഹായത്തോടെ അത് മനസ്സിലാക്കി പെരുമാറി പറയുന്ന കാര്യത്തിനോടൊപ്പം മുന്നോട്ട് പോവുക. നമ്മൾ കോച്ച് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാത്ത പലതും അയാൾക്ക് അറിയാന്നുള്ളത് കൊണ്ടാണ് അല്ലേ? അറിയാത്ത കാര്യങ്ങൾ ഊറ്റിയെടുക്കുക, അത് നിങ്ങളെ പണിയാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്ത് ഒരു 2 ആഴ്ച 3 മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഫുൾ ഫ്ലെക്സിബിളായ ഒരു നല്ലൊരു ടൂർണമെൻറ്റിനെ നേരിടാൻ പറ്റിയ രീതിയിലുള്ള നല്ല കളിക്കാരായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.